ഇത് നമ്മുടെ മുട്ടത്തോലിന് ഉണക്കി പൊടിച്ചത്. ഇത് ചേർത്ത് കഴിഞ്ഞാൽ ചെടി നല്ലോണം തഴച്ച് വളരും ചെയ്യും. നല്ല ശക്തിയിൽ ചെടി ഉണ്ടാവും. അപ്പം നല്ല ശക്തിയിൽ ചെടി ഉണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി പൂക്കൾ നിറഞ്ഞുണ്ടാവും. ഇതൊരു ജെറേനിയം പ്ലാന്റാണ്. നല്ലോണം പൂക്കൾ നിറഞ്ഞതുപോലെ അങ്ങനെ ഉരുണ്ട് ഇത് കണ്ട 3 ഫ്ലവർ സ്റ്റോക്ക് വന്നിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് എവിടെയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിറഞ്ഞുണ്ടാവാൻ വേണ്ടി നമ്മൾ ഓർഗാനിക്കായിട്ട് കുറച്ച് വളങ്ങളും കൂടി ചേർക്കുന്നുണ്ട്. ഈ ഒരു ചെടി എന്ന് പറഞ്ഞാൽ ഗാർഡനിൽ നല്ല ഭംഗി ഉണ്ടാവുന്ന ഒരു ചെടിയാണ്. പൂക്കളും നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ലീഫ് അതെ നല്ലൊരു സ്മെല്ലോട് കൂടിയിട്ട് നല്ലൊരു ചെടിയാണ്. ഇത് നമുക്ക് ഇൻഡോർ ആയിട്ട് വളർത്താം. അത് വലിയൊരു പ്രത്യേകതയാണ്. സൺലൈറ്റ് ഒന്ന് കിട്ടിയാൽ മതി. സൺലൈറ്റ് ഒരു 3-4 മണിക്കൂർ, അതായത് മോർണിംഗത്തെ ലൈറ്റ് കിട്ടിയാൽ മതി. നട്ടുച്ച നേരത്തെ കിട്ടരുത്. അപ്പോൾ ആ ലൈറ്റിൽ ഈ ചെടി നല്ല കംഫർട്ടായിട്ട് വളരുന്ന ഒരു ലൈറ്റാണ്. പിന്നെ തണവുള്ള കണ്ടീഷനാണെന്ന് വെച്ചാൽ നിറഞ്ഞു പൂക്കളുണ്ടാവും. ഇതിപ്പോൾ എല്ലാ കാലത്തും ഇതുപോലെ കൊല കുത്തി പൂക്കളുണ്ടാവും. അപ്പോൾ ഇതിന് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചെടികൾക്ക് പെട്ടെന്ന് ഫംഗസ് ഇൻഫെക്ഷനൊക്കെ വരും. അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതിനുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. സാധാരണ ഇൻഡോർ പ്ലാന്റിലൊന്നും അങ്ങനെ പൂക്കൾ ഭംഗിയിൽ നിൽക്കില്ല. ഈ ഒരു ചെടിയിൽ മാത്രമാണ് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നിന്നിട്ടും പൂക്കൾ നല്ല ഭംഗിയിലുണ്ടാവുക. അപ്പം നമ്മൾ ജനാലയുടെ സൈഡിലൊക്കെ ഒന്ന് വെച്ചാൽ മതി. വെയിലൊക്കെ ഒന്ന് കിട്ടിയാൽ മതി. പൂക്കൾ നല്ല ബ്രൈറ്റ് കളറായിട്ടുണ്ടാവും. ഇലകളും ഭംഗിയുണ്ടാവും. വെയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെടിയുടെ ഇലയ്ക്ക് ഒരു മഞ്ഞപ്പൂ വന്നു തുടങ്ങും കേട്ടോ. ആ മഞ്ഞപ്പൂ വന്നു തുടങ്ങിയാൽ നമ്മൾ കട്ട് ചെയ്ത് ചെടിയുടെ സൺലൈറ്റ് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ വെള്ളം കൂടിക്കഴിഞ്ഞാലും ഇല മഞ്ഞളിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ജെറേനിയത്തിന് പൂക്കൾ നിറഞ്ഞുണ്ടാവാൻ വേണ്ട ടിപ്സ് നോക്കാം. 4-5 മണിക്കൂറെങ്കിലും കാലത്തെ നേരത്തെ സൺലൈറ്റ് കിട്ടണം. ഉച്ച നേരത്തെ സൺലൈറ്റ് ഒഴിവാക്കണം. പിന്നെ അതുപോലെ തന്നെ കാലത്ത് നേരം നമ്മൾ വെള്ളം ഒഴിക്കണം. അപ്പോൾ ചട്ടിയിൽ വെള്ളം ഇങ്ങനെ തൊട്ട് നോക്കണം. അപ്പോൾ ഈർപ്പം എപ്പോഴും നിൽക്കണം. അതാണ് അതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഡ്രൈ ആയിട്ട് നിൽക്കരുത്. ചെടിച്ചട്ടി ആദ്യം വേര് ഫില്ലായതിന് ശേഷം ഇതിൽ പൂക്കളുണ്ടാവും. ഒരിക്കലും വലിയ ചെടിച്ചട്ടിയിൽ നടരുത്. ചെടി വലുതാവുന്നതിനനുസരിച്ച് അതിന് മാച്ച് ചെയ്യണ ചട്ടി മാറ്റാം. പെട്ടെന്ന് തന്നെ നമ്മൾ വലിയ ചെടിച്ചട്ടി മാറ്റി കഴിഞ്ഞാൽ പൂക്കൾ ഉണ്ടാവാൻ താമസിക്കും. അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ചെടിച്ചട്ടി എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ കാലത്ത് നേരത്ത് നമ്മൾ ഇതുപോലെ വെള്ളം ഒഴിക്കണം. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും വെള്ളമൊക്കെ വാർന്നു പോയി ഡ്രൈ ആയിക്കോളും മണ്ണ്. പിന്നെ വെള്ളം നല്ലോണം വാർന്നു പോണ ചെടിച്ചട്ടി വേണം നടാനായിട്ട്. നല്ല ഡ്രൈനേജ് വേണം. അതാണ് ഈ ചെടിയുടെ പ്രത്യേകത. പിന്നെ ഈ ചെടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഡോറായിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞില്ല. അതുപോലെ തന്നെ ഹാങ്ങിങ് തൂങ്ങിക്കിടക്കുന്ന പ്ലാന്റായിട്ടും നമുക്ക് വീടിൻ്റെ ഇരുവശത്തൊക്കെ നിറച്ച് പിടിപ്പിക്കാം. എപ്പോഴും പൂക്കൾ നിറഞ്ഞുണ്ടാവുകയും ചെയ്യും. പിന്നെ പൂക്കൾ നിറഞ്ഞുണ്ടാവാൻ വേണ്ട ഒരു ടിപ്പ് പ്രൂണിങ് ആണ്. പ്രൂണിങ് എന്ന് വെച്ചാൽ ഫ്ലവർ സ്റ്റോക്കണത് ഇവിടുന്ന് ഈ ഒരു ഇലയുടെ അവിടെ നിന്നാണ് ഉണ്ടാവുക. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കളയണം പൂക്കൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പം വേറെ ഇല വന്നിട്ട് പിന്നെയും പൂക്കളുണ്ടാവും. അത് നമ്മൾ പൂക്കൾ വാടി തുടങ്ങി അപ്പം തന്നെ ഇവിടെ കട്ട് ചെയ്യാൻ നോക്കണം. അങ്ങനെ ചെടിയുമ നിർത്തരുത്. അത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ജെറേനിയം ചെടികൾക്ക്. ഗാർഡനിൽ ഭംഗി കൊടുക്കുന്ന ഒരു ചെടിയാണിത്. നമുക്ക് വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കാൻ പറ്റുന്നത്. വെള്ളം ഒഴിക്കുമ്പോൾ കാലത്ത് നേരത്തെ ഒഴിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇലകളിൽ കൊള്ളാതെ ഒഴിക്കുക. അതും കൂടി ശ്രദ്ധിക്കണം. ഇലകൾ കൊണ്ടു കഴിഞ്ഞ് പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻ വരും. ഈ ചെടീനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആ ഒരു കംപ്ലൈൻറ്റാണ് മെയിനായിട്ട് വരാറ്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ കടയ്ക്ക് നോക്കിയിട്ട് ഒഴിക്കുക. അപ്പം തന്നെ വാർന്നു പോകണം. അത്രയും കറക്റ്റായിരിക്കണം ചെടിച്ചട്ടി. പിന്നെ അതുപോലെ തന്നെ സോഫ്റ്റ് വേരുകളായി ചെടിയുടെ വേരുകൾക്ക് നല്ല എയർ പാസിങ് ഉണ്ടെങ്കിൽ ആ വേരുകൾ നിറഞ്ഞുണ്ടാവുള്ളൂ. വേരുകൾ നിറഞ്ഞതിന് ശേഷം നമ്മുടെ ചെടിയുമ്പോൾ പൂക്കളുണ്ടാവുള്ളൂ. പഴത്തൊലി കട്ട് ചെയ്തിട്ട് നമ്മൾ 2 ദിവസം വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് ആ വെള്ളം ഒഴിക്കുന്നത് നല്ലോണം പൊട്ടാഷ് കണ്ടൻറ്റ് ഇറങ്ങണ വളമാണത്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ പൂക്കൾ നിറഞ്ഞുണ്ടാവും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടിപ്പാണ്. അപ്പോൾ ഈ ജെറേനിയം പ്ലാന്റ് സിംഗിൾ പെറ്റലായിട്ടുണ്ട്, ഡബിൾ പെറ്റലായിട്ടുണ്ട്. പിന്നെ പല കളറിലും ഉണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ റെഡ് കളറാണ്. വൈറ്റ് ഉണ്ട്, റോസ് ഉണ്ട്, പല കളറും ഉണ്ട്. നമുക്ക് ഏത് കളർ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഏത് കളറായാലും ഇതുപോലെ ബൊക്ക പോലെ ആയിട്ടുണ്ടായി നിൽക്കും. അപ്പം നമ്മളൊരു റെഡ് തന്നെ ഒരു 5-10 ഗാർഡൻ്റെ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. അത് നല്ല നമ്മൾ ഫ്ലവർ ഷോ ഒക്കെ കാണുന്ന ഒരു ആംബിയൻസ് ഉണ്ടാവും ഈ ചെടികൾ തന്നെ വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ തണ്ട് കട്ട് ചെയ്തിട്ട് നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കാം. ഇത് NPK വളമാണ് 19-19-19. ഇത് നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും വെള്ളത്തിൽ കലക്കി നമ്മുടെ ചെടിക്ക് ഒഴിച്ചു കൊടുക്കണം. പൂക്കൾ നിറഞ്ഞുണ്ടാവും. ഇത് DAP വളമാണ്. ഇത് നമ്മൾ 4 മണി ഇട്ട് കഴിഞ്ഞാൽ നിറഞ്ഞു പൂക്കളുണ്ടാവും. ഇത് പൂക്കൾ നിറഞ്ഞുണ്ടാവുന്നതിന് NPK വളം 15 ദിവസം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് നമ്മൾ DAP വളം ചേർക്കുക. അങ്ങനെ മാറി മാറി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കെമിക്കൽ ഫെർട്ടിലൈസറാണ് ഇതൊക്കെ ഞാൻ പറയുന്നത്. നേരത്തെ പറഞ്ഞത് ഓർഗാനിക് ഫെർട്ടിലൈസറാണ്.
ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നിറഞ്ഞ് പൂക്കളുണ്ടാവും. പിന്നെ നമ്മൾ എപ്സം സാൾട്ടാണ്. പ്രൂണിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു നുള്ളിൽ കലക്കി കൊടുത്താലും ചെടിയിൽ നിറഞ്ഞ് ബ്രാഞ്ചസ് വരും, അതുപോലെ നിറച്ച് ഫ്ലവർ സ്റ്റോക്കും വരും. അതൊക്കെ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കാൻ പാടുള്ളൂ. ചെടി ഭയങ്കര സോഫ്റ്റ് ചെടിയാണ്, പെട്ടെന്ന് നാശമായിട്ട് പോകും. അപ്പം നമ്മൾ ഭയങ്കര ചെറിയ ക്വാണ്ടിറ്റിയിലെ വളങ്ങൾ ചേർക്കാൻ പാടുള്ളൂ, കെമിക്കൽ ആയിട്ടുള്ള വളങ്ങൾ. ചെടിയിൽ വരുന്ന കീടാണു ശല്യം, മുഞ്ഞേര ശല്യം വരും, പിന്നെ തളിരലേമ, പിന്നെ അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ സ്പൈഡർ മൈറ്റിൻ്റെ ആക്രമണം ഉണ്ടാവും, അതും നമ്മൾ നോക്കണം. ഒരു വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ അത് ഇല്ലാണ്ടിരിക്കും. ഈ ചെടി നമ്മൾ മാറ്റി നടാൻ പോകണം. ഇതിൽ തിക്കായി കണ്ടത് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മറിഞ്ഞു വീഴണം. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജിലേക്കുള്ള ചെടിച്ചട്ടിയിൽ വേണം ഇത് മാറ്റി നടാൻ. അപ്പോൾ അത് നമുക്ക് ഇനി മാറ്റി നടാനായിട്ട് നോക്കാം. അതിന് വേണ്ടി ഞാൻ നല്ല ഹോൾസ് ഉള്ളൊരു ചെടിച്ചട്ടിന് എടുത്തുള്ള ചെറിയ ചെടിച്ചട്ടി തന്നെയാണ്. ഇതിൽ നമ്മൾ ആദ്യം നല്ലോണം കല്ലുകൾ നിറയ്ക്കും. അപ്പോൾ വെള്ളം നല്ലോണം പാസ് ചെയ്യല്ലോ. പിന്നെ ഞാനിതിൽ ഗാർഡൻ സോയിൽ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പെർലൈറ്റ് ഉണ്ട്, ചാണകപ്പൊടി ഉണ്ട്, എല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ കൊക്കോപിറ്റ് മാക്സിമം നമ്മൾ ഒഴിവാക്കണം, അല്ലെങ്കിൽ പിന്നെ അതിൽ വെള്ളം പിടിച്ചു നിൽക്കും. അപ്പോൾ പെട്ടെന്ന് വേരുമ്മയ്ക്ക് ചീയൽ രോഗം വരും. മണ്ണ് നല്ല കട്ടിപ്പ് വരില്ല. പശയൊക്കെയുള്ള മണ്ണാന്ന് വെച്ചാൽ നമുക്ക് കൊക്കോപിറ്റ് ചേർത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ കൊക്കോപിറ്റ് ഒഴിവാക്കാം. അങ്ങനെ വേണത് നടാനായിട്ട്. പിന്നെ ഞാൻ ഇതിൽ മെയിനായിട്ട് മുട്ടത്തൊണ്ട് ഉണക്കി പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഉണങ്ങിയ ചാണകപ്പൊടി ഉണ്ട്. പിന്നെ ഞാൻ ചേർത്തത് ഒരു മുട്ടത്തോല് ഉണക്കി പൊടിച്ചതാണ്. അപ്പോൾ ഇതും കൂടി ചേർത്താൽ മതി, നമുക്ക് റീപോട്ടിങ് ഓക്കെ ആക്കാം. എന്നിട്ട് ഇതുപോലെ നമുക്ക് പകുതിയിൽ നിറയ്ക്കാം. പിന്നെ കണ്ടതുപോലെ ലൂസായ മണ്ണായിരിക്കണം. പെർലൈറ്റ് ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്, അപ്പോൾ പെട്ടെന്ന് വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കില്ല. എന്നിട്ട് നമുക്ക് ഈ ചെടി പറിച്ചെടുക്കാം. ഇതാണ് നമ്മുടെ ചെടി. എൻ്റെ കണ്ട വേരൊക്കെ നിറഞ്ഞു. വേര് നിറഞ്ഞാൽ ആ ചെടിയിൽ നിന്ന് പൂക്കളുണ്ടാവുള്ളൂ. ഇത് പൊട്ടിക്കൊന്നും വേണ്ട, ഇതുപോലെ തന്നെ നമുക്ക് തൊട്ടാ വീഴുന്ന മണ്ണൊക്കെ ഒന്ന് ഞാൻ മാറ്റിയെന്നുള്ളൂ, ഈ ചെടിച്ചട്ടിയായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആവാനായിട്ട്. എന്നിട്ട് നമുക്ക് ഇത് ഇങ്ങനെ തന്നെ വെക്കാം. അതിന് ശേഷം ബാക്കിയുള്ള മണ്ണിട്ട് നിറയ്ക്കാം. ഇതുപോലെ നമ്മൾ ഉറപ്പിച്ചിങ്ങനെ വെക്കണം. കണ്ട, അപ്പോഴാണ് നമ്മുടെ കറക്റ്റ് ആവുക. അതിന് ശേഷം നമ്മളൊന്ന് വെള്ളം ഒഴിച്ച് നോക്കാം. അപ്പോൾ വെള്ളം ഇതുപോലെ പെട്ടെന്ന് വാർന്നു പോകണം. കണ്ട, അപ്പോഴാണ് നമ്മുടെ ചെടി ഓക്കെ. ഇത്രയേ വേണ്ടൂ. നമ്മുടെ ജെറേനിയം ചെടി നിറഞ്ഞുണ്ടാവും. പിന്നെ ഈ പൂക്കൾ വാടി തുടങ്ങിയിട്ട് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഇവിടെ നോക്കിയിട്ടൊന്ന് കട്ട് ചെയ്താൽ കൊടുത്താൽ മതി. അപ്പോൾ പുതിയ പൂക്കളുടെ സ്റ്റോക്ക് വരും. അതുപോലെ തന്നെ പുതിയ ഇലകളും വരും. പിന്നെ കപ്പലണ്ടി പിണ്ണാക്കിൻ്റെ വെള്ളത്തിലിട്ടിട്ട് തെളിവൊഴിച്ച് കൊടുക്കുന്നത് നല്ലതിന്. ചാണപ്പൊടി അത് വെള്ളത്തിലിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ ചെടി നോക്കിക്കഴിഞ്ഞാൽ ജെറേനിയം ചെടിയിൽ നിറഞ്ഞ് പൂക്കളുണ്ടാവും. തണവുള്ള പ്രദേശത്താണ് ഇത് മെയിനായിട്ട് നിറഞ്ഞുണ്ടാവുക. എന്നാലും പുലർച്ചെയൊക്കെ നല്ല തണവുണ്ടാവും. അപ്പോൾ ആ ഒരു കണ്ടീഷൻ മതി നമ്മുടെ ചെടി ഗാർഡനിൽ ഈ പൂക്കൾ നിറഞ്ഞുണ്ടാവും.